വെൽക്കം ബാക്ക് ടു PSC പീഡിക. ഇന്നത്തെ ക്ലാസ്സിൽ PSC എക്സാമിന് മുൻപ് നോക്കേണ്ട 2025 വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് ആണുള്ളത്. ആദ്യത്തേത് 2025 ജനുവരി 6 വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിൽ പൂർണ്ണ അംഗത്വം നേടിയ രാജ്യം ഇന്തോനേഷ്യയാണ്. 2025 ജനുവരി 6 വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിൽ പൂർണ്ണ അംഗത്വം നേടിയ രാജ്യം ഇന്തോനേഷ്യയാണ്. ബ്രിക്സിൽ അംഗമാകുന്ന ആദ്യ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ. 2024 അംഗമായ രാജ്യങ്ങൾ 4 എണ്ണമാണുള്ളത്. ഈജിപ്ത്, ഇറാൻ, എത്യോപ്യ, UAE ആണ്. ഇനി ബ്രിക്സ് രൂപീകൃതമായത് 2009 ജൂൺ 16 ഇനി 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദി ബ്രസീലാണ്. 2024 റഷ്യ ആയിരുന്നു. ഇനി 2026 നടക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ്. 2024 റഷ്യ, 2025 ബ്രസീൽ, 2026 ഇന്ത്യയിലുമാണ് നടക്കുന്നത്. അടുത്ത പോയിന്റ് ഇൻ്റർനാഷണൽ സോളാർ അലയൻസ്. ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് രൂപീകൃതമായത് 2015 നവംബർ 30 2024-26 വർഷത്തെ ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇനി ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് രൂപീകൃതമായത് 2015 നവംബർ 30 അതിൻ്റെ ഔദ്യോഗിക ഭാഷ ഫ്രഞ്ചും ഇംഗ്ലീഷുമാണ്. ഇതിൻ്റെ ലക്ഷ്യം ശുദ്ധമായ ഊർജം, സുസ്ഥിര പരിസ്ഥിതി, പൊതുഗതാഗതം, കാലാവസ്ഥ എന്നിവ അംഗീകരിക്കാൻ ഒരു കൂട്ടം രാജ്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൻ്റെ ഡയറക്ടർ ജനറൽ അജയ് മാത്തൂർ ആണ്. ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 100ാമത് രാജ്യം പരാഗ്വേയാണ്. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് 2024-26 ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അടുത്ത പോയിന്റ് പ്രഥമ ആഗോള പ്രകൃതി സംരക്ഷണ സൂചിക പ്രകാരം 1ാം സ്ഥാനത്തുള്ള രാജ്യം ലക്സംബർഗ് ആണ്. പ്രഥമ ആഗോള പ്രകൃതി സംരക്ഷണ സൂചിക പ്രകാരം 1ാം സ്ഥാനത്തുള്ള രാജ്യം ലക്സംബർഗ് ആണ്. 180 രാജ്യങ്ങളുടെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 176 ആണ്. 1ാം സ്ഥാനത്തുള്ള ഏഷ്യൻ രാജ്യം ഭൂട്ടാനാണ്. 180ാമത് തുർക്കിയാണ്. അപ്പോൾ പ്രഥമ ആഗോള പ്രകൃതി സംരക്ഷണ സൂചിക പ്രകാരം 1ാം സ്ഥാനത്തുള്ള രാജ്യം ലക്സംബർഗ്. 180 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 176 ആണ്. 1ാം സ്ഥാനത്തുള്ള ഏഷ്യൻ രാജ്യം ഭൂട്ടാനാണ്. 180ാമത് തുർക്കി. നെക്സ്റ്റ് 2025 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 118 ആണ്. 2025 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 118 ആണ്. 1ാം സ്ഥാനത്ത് ഫിൻലൻഡാണ്. 147 രാജ്യങ്ങളുടെ പട്ടികയിൽ 147ാമത് അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയുടെ സ്ഥാനം 118. തുടർച്ചയായി 8ാം തവണയാണ് ഫിൻലൻഡ് 1ാം സ്ഥാനത്ത് എത്തുന്നത്. അപ്പോൾ 1ാം സ്ഥാനത്ത് ഫിൻലൻഡ്, ഇന്ത്യയുടെ സ്ഥാനം 118, 147ാമത് അഫ്ഗാനിസ്ഥാനാണ്. 2025-26 വർഷത്തിലെ തൊഴിലുറപ്പ് വേതന നിരക്ക് 2.7%. ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് വേതനമുള്ള സംസ്ഥാനം ഹരിയാനയാണ്, 400 രൂപ. രണ്ടാമത് സിക്കിമാണ്, 389 രൂപ. ഏറ്റവും കുറവ് തൊഴിലുറപ്പ് വേതനമുള്ളത് അരുണാചൽ പ്രദേശും നാഗാലാൻഡുമാണ്, 241 രൂപയാണ് അവിടുത്തെ തൊഴിലുറപ്പ് വേതനം. ഇനി കേരളത്തിൽ 369 രൂപയാണ്. മുൻപ് 346 ആയിരുന്നു. 2024-25 വർഷം 346 ആയിരുന്നു. ഇപ്പോൾ 23 രൂപ കൂട്ടി 369 ആക്കി. 6.65% വർധനവാണ് കേരളത്തിലുണ്ടായത്. ലക്ഷദ്വീപിൻ്റെ വേതനം 336 രൂപയാണ്. അവർക്ക് കേരളത്തിൽ തൊഴിലുറപ്പ് വേതനം 369 ആണ്. 6.65% വർധനവാണ് ഉണ്ടായത്. ലക്ഷദ്വീപിൽ 336 രൂപയാണ്. അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന വയോജന കമ്മീഷൻ നിലവിൽ വന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന വയോജന കമ്മീഷൻ നിലവിൽ വന്ന സംസ്ഥാനം കേരളമാണ്. നിയമസഭ പാസാക്കിയത് 2025 മാർച്ച് 19 ആസ്ഥാനം തിരുവനന്തപുരമാണ്. കാലാവധി 3 വർഷമാണ്. ചെയർമാൻ ഉൾപ്പെടെ 4 അംഗങ്ങളാണുള്ളത്. അതിലൊരാൾ വനിതയായിരിക്കണമെന്ന് പറയുന്നു. നിയമസഭ പാസാക്കിയത് 2025 മാർച്ച് 19. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന വയോജന കമ്മീഷൻ നിലവിൽ വന്ന സംസ്ഥാനം കേരളമാണ്. അടുത്തത് 2025 മാർച്ചിൽ ന്യൂയോർക്കിലെ ഇന്ത്യൻ മോഡേൺ ആർട്ട് ഗ്യാലറിയിൽ വെച്ച് നടത്തിയ ലേലത്തിൽ 118 കോടി രൂപയ്ക്ക് വിറ്റുപോയ MF ഹുസൈൻ്റെ ചിത്രമാണ് ഗ്രാംയാത്ര അല്ലെങ്കിൽ ഗ്രാമീണ യാത്ര എന്നതാണ്. 2025 മാർച്ചിൽ ന്യൂയോർക്കിലെ ഇന്ത്യൻ മോഡേൺ ആർട്ട് ഗ്യാലറിയിൽ വെച്ച് നടത്തിയ ലേലത്തിൽ 118 കോടി രൂപയ്ക്ക് വിറ്റുപോയ MF ഹുസൈൻ്റെ ചിത്രമാണ് ഗ്രാംയാത്ര.
അടുത്തൊരു ടൈഗർ റിസർവാണ്. ഇന്ത്യയുടെ 58ാമത് ടൈഗർ റിസർവ് മധ്യപ്രദേശിലെ മാധവ് നാഷണൽ പാർക്കാണ്. ഇന്ത്യയുടെ 58ാമത് ടൈഗർ റിസർവ് മധ്യപ്രദേശിലെ മാധവ് നാഷണൽ പാർക്കിൽ. അടുത്തത് 2025 മാർച്ച് 28-ന് ഭൂകമ്പം ബാധിച്ച രാജ്യങ്ങൾ മ്യാൻമറും തായ്ലൻഡുമാണ്. 2025 മാർച്ച് 28-ന് ഭൂകമ്പം ബാധിച്ച രാജ്യങ്ങൾ രണ്ടെണ്ണം മ്യാൻമറും തായ്ലൻഡുമാണ്. മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഓർത്തിരിക്കുക, മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ബ്രഹ്മയാണ്. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളൂ. നന്നായിട്ട് പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.